ഓക്കെ, നമ്മൾ അടുത്തത് തേർഡ് മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യൂസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ ഡി സി ലിങ്ക്. നമ്മൾ HVDC പഠിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യങ്ങൾ നോക്കാം. അപ്പോൾ ഓരോ പോയിന്റുകളായി നോക്കാം. ഫസ്റ്റ് വൺ, പവർ കൺവേർഷൻ. രണ്ടാമത് ഫിൽറ്ററിങ്, എനർജി സ്റ്റോറേജ്, കൺട്രോളബിലിറ്റി, നെറ്റ്വർക്ക് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ HVDC ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ ആണെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് വൺ, പവർ കൺവേർഷൻ നടക്കണം. സോ AC ടു DC കൺവേർഷൻ നടക്കണം, ദെൻ DC ടു AC കൺവേർഷൻസ് നടക്കണം. സോ അതിനുള്ള കൺവേർഷൻസ് എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കുന്ന റെക്ടിഫയർ, ഇൻവെർട്ടറിനെ പോലുള്ള ഒരു എസെൻഷ്യൽ കോമ്പോണൻ്റ് ആണ് ഈ പവർ കൺവേർഷനിൽ നമുക്ക് DC ലിങ്ക് എന്ന് പറയുന്നത്. പിന്നെ ഫിൽറ്ററിങ് ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് ദി സർക്യൂട്ട്. ഫിൽറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അൺവാണ്ടഡ് കോമ്പോണൻസ് ഇൻ DC സർക്യൂട്ട്, ഇതാണല്ലോ പ്യുവർ DC. ഇതിൽ അൺവാണ്ടഡ് കോമ്പോണൻസ് വരുമ്പോൾ ഇങ്ങനെ റിപ്പിൾസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, AC കോമ്പോണൻ്റ് ഇൻ DCനെയാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയാം. സോ ഈ റിപ്പിളിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ DC ലിങ്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ദിസ് ഹെൽപ്പ് ടു റിമൂവ് ദി കറണ്ട് റിപ്പിൾ ഓൺ ദ DC ബസ്സസ്. അപ്പോൾ ഈ അൺവാണ്ടഡ് AC കോമ്പോണൻസ് ഇൻ DCനെയാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയാം. സോ ഈ ഫ്ലക്ച്വേഷൻസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC കിട്ടുള്ളൂ. അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് DC ലിങ്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എനർജി സ്റ്റോറേജ്. നമുക്ക് നേരത്തെ അറിയാം, ഇവിടെ HVDC ട്രാൻസ്മിഷനിൽ ACനെ ഫസ്റ്റ് DC ആക്കണം, പിന്നെ ലാസ്റ്റ് ട്രാൻസ്മിഷനിൽ സൈഡിൽ DC ടു AC ആക്കണം. സോ ഈ നടുവിലുള്ള ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു ബഫർ പവർ എക്സ്ചേഞ്ച് ആയിട്ടും നിൽക്കുന്നു. ബഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഡാറ്റ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് എന്നിട്ട് പതുക്കെ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ റിലീസ് ചെയ്യുന്നതിനാണ് ബഫർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇറ്റ് സ്റ്റോർ എനർജി ടു ബഫർ ദി പവർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ AC ആൻഡ് DC സൈഡ് ആൻഡ് ഹാൻഡിൽ ദ ട്രാൻഷ്യൻറ്റ് കണ്ടീഷൻ ഓൾ ദ വോൾട്ടേജസ് സാഗ്സ്. അപ്പോൾ നമുക്കറിയാം, ട്രാൻഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വോൾട്ടേജ് വേരിയേഷൻസ് വരും, പിന്നെ സിസ്റ്റം സ്റ്റേബിൾ ആകും. പിന്നെ അതേപോലെ ഓഫ് ചെയ്യുന്ന കണ്ടീഷനിലും സിസ്റ്റം ട്രാൻഷ്യൻറ്റിൽ നിന്നും സ്റ്റെബിലിറ്റി സ്റ്റേറ്റിലേക്ക് വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് DC ലിങ്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കൺട്രോളബിലിറ്റി. നമുക്ക് DC ലിങ്ക്സ് അലൗ ടു റാപ്പിഡ് ആൻഡ് പ്രിസൈസ് കൺട്രോൾ ഓഫ് പവർ ഫ്ലോ. ഓക്കെ, ബൈ അഡ്ജസ്റ്റിംഗ് ദി ഫയറിംഗ് ആംഗിൾ ഓഫ് ദി കൺവേർട്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് കൺവേർട്ടർ AC ടു DC കൺവേർട്ട് ചെയ്യണോ അല്ലെങ്കിൽ DC ടു ACനെ കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ തൈരിസ്റ്റർ SCRകളാണ് അധികം നമ്മൾ ഉപയോഗിക്കുക. സോ SCRൻ്റെ കണ്ടക്ടിവിറ്റി അതായത് എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു വേർഡാണ് ഈ ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. ഫയറിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിൽ തൊട്ട് കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഈ DC ലിങ്ക് നമുക്ക് സഹായിക്കുന്നു. പിന്നെ നെറ്റ്വർക്ക് സ്റ്റെബിലൈസേഷൻ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ബെനിഫിറ്റ്സ് ലൈക്ക് ആക്റ്റീവ് പവർ കൺട്രോൾ ആൻഡ് ഫാൾട്ട് കറണ്ട് ലിമിറ്റേഷൻസ് ഒക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നു. പിന്നെ നെറ്റ്വർക്ക് സ്റ്റേബിൾ ആവുന്നു. ഓക്കെ, ഈ മേലെ പറഞ്ഞ കൺട്രോളബിലിറ്റി എല്ലാം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു സിസ്റ്റം സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കി, സിസ്റ്റം സ്റ്റെബിലിറ്റി, ഇംപ്രൂവ് ദി എമർജൻസി പവർ സപ്പോർട്ട്, ഇംപ്രൂവ് ദി പവർ ക്വാളിറ്റി. സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, വോൾട്ടേജ് വേരിയേഷൻസ് വരാതെ നോക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്ന് പറയാം. സോ ഈ DC ലിങ്ക് വഴി നമുക്ക് പവർ, വോൾട്ടേജ്, ഫ്രീക്വൻസി ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക, DC ലിങ്കാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി അതേപോലെ അടുത്തത് ടൈപ്സ് ഓഫ് HVDC ലിങ്ക്. അപ്പോൾ ഈ ഒരു HVDC ലിങ്കിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മോണോപോളാർ ലിങ്ക്, ബൈപോളാർ ലിങ്ക്, ഹോമോപോളാർ ലിങ്ക്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ഓരോന്നായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിൽ മോണോപോളാർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ അത് AC പവറാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് റെക്ടിഫിക്കേഷൻസ് ചെയ്യുന്നത്. AC ടു DC റെക്ടിഫൈ ചെയ്ത് ഇതുവഴിയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവിംഗ് എൻഡിലെത്തി. ഈ റിസീവിംഗ് എൻഡിൽ നിന്ന് DC ടു ACയിലേക്ക് നമ്മൾ മാറ്റുന്നു. സോ ഇതിന് തന്നെയാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ജനറേറ്റിംഗ് സ്റ്റേഷൻ തൊട്ട് റിസീവിംഗ് എൻഡ് സ്റ്റേഷൻ വരെ നമ്മൾ ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒറ്റ ലൈൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഒരു ഒറ്റ ലൈനിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് മോണോപോളാർ എന്ന് പറയുന്നത്. ഓക്കെ, മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ മോണോപോളാർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്നും കൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ മോണോപോളാർ ലിങ്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ച വൺ കണ്ടക്ടർ ആൻഡ് യൂസസ് എയ്തർ ഗ്രൗണ്ട് ഓർ C റിട്ടേൺ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ കുറേ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ
നമുക്ക് അവിടെ നിന്നും ബാക്ക് എൻഡ് തിരിച്ച് വരുന്ന ഒരു കടൽ വഴിയോ അങ്ങനെ കര വഴിയോ അങ്ങനെ എന്തൊരു രീതിയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും റിട്ടേൺ വയേഴ്സ്. പിന്നെ മെറ്റാലിക് റിട്ടേൺ ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഇൻ കൺസേൺ ഫോർ ഹാർമോണിക് ഇൻ്റർഫറൻസ് ഓർ ദി കൊറോഷൻ എക്സിസ്റ്റ്. അപ്പോൾ മെറ്റാലിക് റിട്ടേൺ നമ്മൾ എവിടെയൊക്കെ മെറ്റാലിക് റിട്ടേൺ ക്യാൻ ബി ഓൾസോ യൂസ്ഡ്. ഓക്കെ, അപ്പോൾ മെറ്റാലിക് റിട്ടേൺ കൂടെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ വി ആർ കൺസേൺ അബൌട്ട് ദ ഹാർമോണിക് ഇൻ്റർഫറൻസ് ഓഫ് ദി കൊറോഷൻ. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, മെറ്റാലിക് വയേഴ്സ് നമ്മൾ കുറേ നേരം സീ റൂട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊറോഷൻസ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ ദിസ് 2 കൺവേർട്ടേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് എൻഡ് ഓഫ് ഈച്ച് പോൾ. അത് നമ്മളിവിടെ കണ്ടു. ഒരു കണ്ടക്ടർ ഇവിടെയും ഇനി ഒരു കണ്ടക്ടർ ഇവിടെയും, ഒന്ന് സെൻഡിങ് ഒന്നും ഒന്ന് റിസീവിങ് എൻഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്. സെവറൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? സിൻസ് ഇറ്റ് ഈസ് യൂസ് എർത്ത് ആസ് എ റിട്ടേൺ പാത്ത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ഇത് നമുക്ക് നമുക്ക് ഇവിടുന്ന് സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിങ് എൻഡിൽ എത്തിയാൽ തിരിച്ച് ഗ്രൗണ്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഡയഗ്രാമിൽ ഗ്രൗണ്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതല്ല, ഒരു സീ റൂട്ടിലൂടെ നമുക്ക് മെറ്റാലിക് റിട്ടേൺ വയേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംഗിൾ കണ്ടക്ടറാണ്, ഓൺലി 1 കണ്ടക്ടർ ഫോർ DC കറൻറ്റ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡാമേജസ് കൂടും. പിന്നെ റിട്ടേൺ പാത്ത് ഓഫ് ദി കറൻറ്റ് ത്രൂ എർത്ത്, സീ ഓർ മെറ്റാലിക് റിട്ടേൺ വയർ. അപ്പോൾ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് എർത്ത്, അല്ലെങ്കിൽ സി, അല്ലെങ്കിൽ മെറ്റാലിക് റിട്ടേൺസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്, ഒരു വയർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കോസ്റ്റ് എഫക്റ്റ്. ഇപ്പോൾ അടുത്ത് നമ്മൾ ബൈപോളാർ പഠിക്കും. സോ ബൈപോളാറിൽ നമ്മൾ 2 കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യും. സോ കണ്ടക്ടേഴ്സ് ഇറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കോസ്റ്റ് കൂടും. അപ്പോൾ മോണോപോളാറിൽ കോസ്റ്റ് വൈസ് നമുക്ക് വളരെ എഫക്റ്റീവാണ്. പിന്നെ പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ യൂഷ്വലി ഓപ്പറേറ്റ് വിത്ത് നെഗറ്റീവ് പൊളാരിറ്റി ടു മിനിമൈസ് ദി കൊറോണ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നെഗറ്റീവ് പൊളാരിറ്റി ആണ് നമുക്ക് അതിൻ്റെ പൊളാരിറ്റിയിൽ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HVDC ട്രാൻസ്മിഷൻ, ലൈറ്റ് ടെക്നോളജി, പിന്നെ അതേപോലെ ചില സ്പെസിഫൈഡ് കേബിൾ അപ്ലിക്കേഷൻസും, ലോങ് സീ റൂട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ അണ്ടർ സീയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ മോണോപോളാറാണ് ഉപയോഗിക്കുക. അതേപോലെ ഇനി അടുത്തത് ബൈപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 കണ്ടക്ടേഴ്സ് ഇവിടെ ഉണ്ടാകും. ഇവിടെ നമുക്ക് ഇതാണിപ്പോൾ AC എന്ന് വിചാരിക്കുക, സെൻഡിങ് എൻഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് റിസീവിങ് എൻഡ് ഉണ്ടാവുക. അപ്പം ബൈപോളാർ എന്ന് പറഞ്ഞാൽ മേലെ ഒരു സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ്, താഴെ ഒരു സെറ്റ് ഓഫ് കണ്ടക്ടർ ആണ് ഉണ്ടാവുക. അപ്പോൾ മേലൊരു പോസിറ്റീവ് പൊളാരിറ്റി ആണ് ഇതിലുണ്ടാവുക, ഇതിൽ നെഗറ്റീവ് പൊളാരിറ്റി ആണ് ഉണ്ടാവുക. അപ്പോൾ പോസിറ്റീവ് പൊളാരിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ടാവും, നെഗറ്റീവ് പൊളാരിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ മൊത്തം നമുക്ക് എത്ര സ്വിച്ചസ്, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളിലുള്ള ഈ ഷേപ്പിനെയാണ് നമ്മൾ സ്വിച്ചസ് എന്ന് പറയുന്നത്, SCR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൈരിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 4 ഡിവൈസുകൾ നമുക്ക് വേണ്ടി വരും. അതായത് ഒരു പോസിറ്റീവ് പൊളാരിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിങ് എൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് 1, 2, പിന്നെ അതേപോലെ 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ള നമ്പറിങ് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അതേപോലെ തിരിച്ച് ഇവിടുന്ന് റിസീവിങ് എൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ബൈപോളാർ എന്ന് പറഞ്ഞാൽ 2 കണ്ടക്ടേഴ്സ് നമ്മളിവിടെ ഉപയോഗിക്കുന്നു, 4 ഡിവൈസുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ബൈപോളാർ ഡിവൈസ് അവിടെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈച്ച് ടെർമിനൽ ഹാസ് 2 സെറ്റ് ഓഫ് കണ്ടക്ടർ ഇൻ സീരീസ് വിത്ത് DC സൈഡ് എന്ന് പറഞ്ഞു. പിന്നെ എ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ഗ്രൗണ്ടഡ്. നമ്മളിവിടെ കണ്ടു 2 സെറ്റ് ഓഫ് കണ്ടക്ടറുടെ നടുവിൽ ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും നമ്മൾ ഗ്രൗണ്ട് ചെയ്തതായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ വോൾട്ടേജ് ഓഫ് എർത്ത് ഇലക്ട്രോഡ് ഈസ് ജസ്റ്റ് ഹാഫ് ഓഫ് ദി വോൾട്ടേജ് ഓഫ് ദി കണ്ടക്ടർ യൂസ്ഡ് ഇൻ ദി ട്രാൻസ്മിഷൻ. ഓക്കെ, ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. മോണോപോളാർ ഓപ്പറേഷൻ ക്യാൻ ബി യൂസ് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ ബൈപോളാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മോണോപോളാറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ഫാൾട്ടി കൺവേർട്ടർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ 1 DC ലൈൻ ക്യാൻ ബി ടെമ്പററി യൂസ്ഡ് ആസ് എ മെറ്റാലിക് റിട്ടേൺ ടു യൂസ് ഓഫ് സ്യൂട്ടബിൾ സ്വിച്ചിങ്. ഇപ്പോൾ 2 മേലെ ഒരെണ്ണമുണ്ട്, താഴെ ഒരെണ്ണമുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഫാൾട്ടി കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ, ഇവിടെയുള്ള സ്വിച്ചസിന് ഈ ഫാൾട്ടി കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ മേലെയുള്ള കണ്ടക്ടേഴ്സിനെ നമ്മൾ വെറും റിട്ടേൺ വയറായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് അത് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം സ്റ്റോപ്പ് ആയാലും നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് മോണോപോളാറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ബൈപോളാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഹോമോപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഹോമോപോളാർ എന്ന് പറഞ്ഞാൽ ഇവിടെയും നെഗറ്റീവ് പൊളാരിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇവിടെയും നെഗറ്റീവ് പൊളാരിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ രണ്ട് കണ്ടക്ടേഴ്സ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് കണ്ടക്ടർ, ഇത് സെക്കൻഡ് കണ്ടക്ടർ. ഡിവൈസസിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബൈപോളാറിൽ 2 പൊളാരിറ്റി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പോസിറ്റീവും നെഗറ്റീവും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഹോമോപോളാറിൽ രണ്ടും നെഗറ്റീവായിട്ടാണ് നമ്മളതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹോമോപോളാർ ഹാസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് reduced installation costs but disadvantages of earth return overweighing the advantages. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഹോമോപോളാറിലുള്ളത്. രണ്ടും നെഗറ്റീവ് ആണെന്നാണ് ഈ ഹോമോപോളാറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഓക്കെ, ഇന്നത്തോടെ ഈ ക്ലാസ് മതി. ഇനി അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.